കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാകുമെന്നുള്ളത് അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അത് അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടതുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ സ്പാനിഷ് പരിശീലകൻ സെർജിയോ ലോബേരയുടെ പേരുണ്ടെന്നാണ് ആശിഷ് നെഗി അദ്ദേഹത്തിന്റെ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരുടെ ഷോർട്ട് ലിസ്റ്റിൽ സെർജിയോ ലോബേര ആക്റ്റീവായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ പട്ടികയിൽ സെർജിയോ ലോബേരയുടെ പേര് സജീവമായി നിലനിൽക്കുന്നത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരുപക്ഷെ ഫൈനൽ ഡിസിഷൻ ഇത്രയധികം കാലതാമസം വരുന്നതിന് കാരണം ഇനി പറയാൻ പോകുന്നതാവാനും സാധ്യത ഏറെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർജിയോ ലോബേര ഇപ്പോൾ ഒഡീഷ FC മുഖ്യ പരിശീലകനാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒഡീഷ FCയും സെർജിയോ ലോബേരയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ആയിട്ട് ബ്രേക്ക് ആയിട്ടുണ്ടെന്നാണ് ആശിഷ് നെഗി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് ഒഡീഷ FC സെർജിയോ ലോബേരയെ സാക്ക് ചെയ്യുന്ന നിമിഷത്തിനായി ആവാമെന്നാണ് കരുതുന്നത്. അങ്ങനെ ആകുമ്പോൾ ട്രാൻസ്ഫർ ഫീ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് രക്ഷപ്പെടാവുന്നതാണ്. മാത്രമല്ല ലോബേരയ്ക്ക് ഇനിയും ഒരു വർഷ കരാർ ഒഡീഷ FCയുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒഡീഷ FCക്ക് ലോബേരയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഉടനെ തന്നെ ലോബേരയെ ഒഡീഷ FC സാക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ സെർജിയോ ലോബേര കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകളിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുന്നത്. സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.